പാളിപ്പോയ കടലമിഠായിക്ക് ശേഷം അടുത്തായിട്ട് അവതരിപ്പിക്കുന്നത് പാളിപ്പോയ കായ്പോള ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പഴം നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തു. അതേ പാനിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് പഴം നല്ലപോലെ വാട്ടിയെടുത്തു. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്തത് ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് 2 കോഴിമുട്ട, പിന്നെ 4 ഏലക്ക, പിന്നെ ഒരു കയ്യിൽ പാല്, പിന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ നല്ലപോലെ അടിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ പഴം വാട്ടിയത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ കട്ടിയിലൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിൻ്റെ മേലെ വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് തടവി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചു. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തീ കുറച്ച് കൂട്ടി വെച്ചു, അതാണ് തോന്നുന്നത് എനിക്ക് അടി പിടിച്ചു. പിന്നെ കോഴിമുട്ടയും കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നണത് തീ കുറച്ച് വെക്കാത്തതും പിന്നെ കോഴിമുട്ട കുറഞ്ഞതും ആവും എൻ്റെ ശരിയാവാതിരിക്കാനുള്ള കാരണം എന്ന്